ഡു യു സപ്പോർട്ട് LGBTQ? ഇത് എൻ്റെ ടേക്കാണ്. LGBTQനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ദിസ് ഈസ് ഓൺലി മൈ പോയിന്റ് ഓഫ് വ്യൂ. കുറേ നാളായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് LGBTQ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിലാക്കി ജവാനി. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം വരെ എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ മീംസൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെ ചിരിച്ച് തള്ളി കളഞ്ഞ ഒരു വിഭാഗം ആണ് ഈ LGBTQ. പക്ഷേ ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. അപ്പം എൻ്റെ ഈ LGBTQനോടുള്ള വ്യൂ എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി. ഐ വിൽ ഷെയർ ദാറ്റ് വിത്ത് യു ഫസ്റ്റ്. ഒരു ദിവസം ഐ തിങ്ക് ഇൻ ദ ഇയർ 2022 or 2023 ഏതൊരു സമയത്ത് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്നെ പോസ്റ്റ് ചെയ്തത് സിസേറിയൻ നോട്ടിലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സർജറി, ബിക്കോസ് എവറി സർജറി ഈസ് ലൈക്ക് എ സ്റ്റോറി ഫോർ മീ. ലൈക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണും. നമുക്ക് ഓരോ ലെസൺ, സ്റ്റോറി എന്നല്ല, ഓരോ ലെസൺ ആണ്. ലൈക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് സമാധാനമല്ല, റിസ്ക് ആണ്. സ്റ്റിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് സിസേറിയൻ ആണ്. കാരണം അവിടെ ആ അമ്മ അത്രയും കിടന്ന് അനുഭവിച്ചാൽ പോലും ആ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷമാണ്. ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പോൾ ഞാൻ അന്ന് ലെവൽ 4 അപ്പോൾ അന്ന് എനിക്ക് സിസേറിയൻ ഉണ്ടായിരുന്നു. എനിക്കല്ല, പേഷ്യൻറ്റിന് സിസേറിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ റിക്കവറി റൂമിൽ, അവിടെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, റിക്കവറി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ സിസേറിയൻ ആയ പേഷ്യൻസും നോർമൽ ഡെലിവറി ആയിട്ടുള്ള പേഷ്യൻസിനെയും റിക്കവറി റൂമിലും ലേബർ റൂമിലുമായിട്ടൊക്കെയാണ് കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എൻ്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് റിക്കവറി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ അവിടെ ഒരു ബേബി ഇങ്ങനെ, ആ ബേബീൻ്റെ ബാസിനെറ്റിൽ കിടക്കുമായിരുന്നു. ഒരു ഗ്രാൻഡ് മദറും ബേബീൻ്റെ അടുത്തുണ്ട്. ഈ ഗ്രാൻഡ് മദർ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ദ ബേബി വാസ് ഇന്റർസെക്സ്. ലൈക്ക് ഏത് ജെൻഡർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ബേബീൻ്റെ ജെനൈറ്റൽസ്. ഫസ്റ്റ് എനിക്ക് ഈ സംഭവം മനസ്സിലായില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ്, എൻ്റെ ഒരു ഫ്രണ്ട്, അവളാണ് മാറി നിന്നിട്ട് പറഞ്ഞത് ആ ബേബി ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കത് പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഇത് ഞാൻ റിയാലിറ്റിയിൽ ഞാൻ കണ്ടപ്പോൾ, ടു ബി ഓണസ്റ്റ്, എനിക്ക് എൻ്റെ നെഞ്ച് തകർന്നു പോയി ആക്ച്വലി. എന്നിട്ടാണ് ഞാൻ ആ ഫാദറിനെ ഞാൻ നോക്കുന്നത്. ഇല്ലാണ്ടായി നിൽക്കുകയാണ്. ഇന്റർസെക്സ് എന്നൊക്കെ പറയുന്നത് റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്റർസെക്സ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ബീങ് ട്രാൻസ്ജെൻഡർ ഓർ LGBTQ. അപ്പം ഞാൻ വിചാരിച്ചു, ആ ഒരു ബേബി മണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ ജനിച്ചിട്ട്. അതും ഇനി ഈ ബേബീന്റെ ഡോമിനന്റ് ക്യാരക്ടർ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അഡോളസന്റ് ഏജിൽ എത്തുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഡോമിനന്റ് ഫോർ മെയിൽ ഓർ ഫീമെയിൽ, ഏതോ ആയിക്കോട്ടെ, പാരൻസ് സ്ട്രോങ് ആയാൽ ആ കുഞ്ഞിന് ഒരു പ്രശ്നവും വരത്തില്ല. ഹി ക്യാൻ ലീവ് നോർമലി. ബട്ട് സൊസൈറ്റീൻ്റെ ഇതിൽ പ്രഷറിൽ ജീവിക്കേണ്ടി വരുവാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ 1-2 വയസ്സോ എന്തെങ്കിലും ആയിക്കാണോ ആ കുഞ്ഞിന്. അപ്പോൾ ഒരു ബോഡിക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് അത് മനസ്സിന് സംഭവിച്ചുകൂടാ? അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനോട് കൂടി എനിക്ക് അവരുടെ അടുത്തുള്ള ആ ഒരു ചിന്താഗതി എനിക്ക് മാറി. ആ ഒരു സർജറി എന്ന് വെച്ചാൽ എത്രത്തോളം പെയിൻഫുൾ ആണെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എത്രത്തോളം ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവുമെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ഒരു ആണെന്ന് പെണ്ണാവാനും ഒരു പെണ്ണിന്ന് ആണാവാനും വേണ്ടിയിട്ട് അവർ കടന്നു പോകുന്ന ഓരോ മെഡിക്കലി ആയിക്കോട്ടെ, സൊസൈറ്റീൻ്റെ ഇതിലായിക്കോട്ടെ, എത്രത്തോളം അവരിങ്ങനെയായി ജനിച്ചെന്ന് വെച്ചിട്ട് എത്രത്തോളം അവർ കിടന്ന് അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ കാണാൻ പറ്റിയത് ഒരു ട്രാൻസ് മെൻ. അപ്പോൾ അത് യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് TLH എന്ന് പറയും, ടോട്ടൽ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി. സർജിക്കൽ റിസ്ക്, സർജിക്കൽ സ്ട്രെസ്സ്, മെൻ്റൽ സ്ട്രെസ്സ്, സൊസൈറ്റി തരുന്ന സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മൾ ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് കാട്ടിലുള്ള ട്രോമാസ് ആണ്. അപ്പോൾ അവർ അത്രയും തരണം ചെയ്തിട്ടാണ് ഈ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നത്. സോ നമ്മുടെയും ചുറ്റിലും ആൾക്കാരുണ്ട്
വി ഹാവ് ടു അക്സെപ്റ്റ് ദം. അതുപോലെ തന്നെ ഞാനെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പെറ്റി കിടക്കുന്ന ഒരാളാണ്. സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ദിവസം ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ് വിമൻ ഒരു പള്ളിയിലച്ഛനെ ഇങ്ങനെ ഒരു റോഡിൽ വെച്ച് കാണുവാണ്. നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ പള്ളിയിലച്ഛൻ ഒരു പ്രീസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈശോന് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്നെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അത്രയും റെസ്പെക്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പള്ളിയിലച്ഛന്മാരെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ട്രാൻസ് വുമൻ ആ പള്ളിയിലച്ഛൻ്റെ അടുത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഇങ്ങനെ പുറകെ പറഞ്ഞു നടക്കുക. ബട്ട് ദാറ്റ് പള്ളിയിലച്ഛൻ വാസ് ഇഗ്നോറിങ് ഹർ, ലൈക്ക് ജസ്റ്റ് ഇഗ്നോറിങ്. പോ 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 കുഴപ്പമില്ല റെസ്പെക്റ്റോടെ തന്നെയാണ്. പക്ഷെ തിരിച്ച് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അത് പറഞ്ഞില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഐ ഫെൽറ്റ് വെരി ബാഡ്. അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ റീൽസ് കണ്ടാലും കമൻറ്റ് സെക്ഷൻ നോക്കും. അപ്പോൾ അതിൽ കമൻറ്റ് സെക്ഷൻ മൊത്തം സിഗ്മ അച്ഛൻ എന്തുവാ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, പൈസ പോലും ചോദിക്കുന്നില്ല, ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം തിരിച്ചു പോലും അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു അച്ഛൻ. അപ്പോൾ അത് കണ്ടപ്പം എനിക്കൊരുമാതിരി അങ്ങ് ആയിപ്പോയി. കാരണം നമ്മുടെ അച്ഛന്മാരിങ്ങനെ കാണിക്കുമ്പം നമ്മുടെ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതൊക്കെയാണ് നമുക്ക് അറിയാന്നുള്ള പെട്ടെന്ന് പറയാൻ പറ്റുന്ന ബൈബിൾ വേഴ്സസ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഇതുപോലെ എത്രയോ പേര് ഈ സൊസൈറ്റിയിൽ നിന്ന് അവരുടെ ജെൻഡർ ചൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഹരാസ്മെന്റും, പിന്നെ വേറൊരു കാര്യം, ഇത് വെച്ചിട്ട് മുതലെടുക്കുന്ന ആൾക്കാർ വേറെ. പക്ഷെ അവരുടെ എനിക്ക് നോക്കാം, മീൻസ് ട്രൂ ആയിട്ട് നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കാലത്തിൽ ഒരുവിധം മാറ്റം വന്നിട്ടുണ്ട്. ബിക്കോസ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ പേരും മീഡിയസിലൊക്കെ തന്നെ ഭയങ്കര ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അപ്പം ആക്ച്വലി വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദം. എത്രയോ ഈ കമ്മ്യൂണിറ്റിയിലെ മിക്ക പേർക്കും ഒരു പാസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഒരു ട്രോമ സ്റ്റോറി കാണും. വി ഹാവ് ടു റെസ്പെക്ട് ദം. നമ്മളെപ്പോഴും കേൾക്കത്തില്ലേ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവിതം നമുക്ക് എപ്പോഴും കെട്ടുകഥകൾ മാത്രമേ ആയിരിക്കുമെന്ന്. അതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് 2018-19 ആ ഒരു കാലഘട്ടം. അപ്പം ഞാൻ ഇങ്ങനെ കോളേജിന് എവിടെ ആയിരുന്നു, പുറത്ത് നിന്നപ്പം ഒരു ട്രാൻസ് വുമൻ വന്നിട്ട് പൈസ തരാൻ പറഞ്ഞു. അവരിങ്ങനെ കൈയടിച്ചിട്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു, അവരങ്ങ് പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവർക്കൊന്നും വേറെ പണി ചെയ്ത് ജീവിച്ചൂടെ, ഇങ്ങനെ എന്തിനൊരുമാതിരി ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ആയിട്ടൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത്, അവർക്കെന്ന് വെച്ചാൽ ജോലി ആരും കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ഇതല്ലാതെ. പിന്നെ ഈ ഒരു പെർസ്പെക്റ്റീവ് മാറ്റാൻ കാരണം ഓഫ്കോഴ്സ് നമ്മുടെ ബിഗ് ബോസിലെ ആദില നൂറ അവരൊരു കപ്പിൾ. അപ്പോൾ അവര് അത്രയും ഹാപ്പിയാണ്. ലൈക്ക് ദേ ആർ ഓഫ് മൈ ഏജ്, ബട്ട് ദേ ആർ ഹാപ്പി ബീങ് ടുഗെദർ. അവിടെ വേറെ ബാഡായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് അവരെ കണ്ടപ്പോൾ രണ്ട് ഹാപ്പി പീപ്പിൾ എൻജോയിങ് ദിയർ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആൻഡ് ദേ ആർ. കുറെ വീഡിയോസ് കണ്ടായിരുന്നു, ഇത് ആ ഒരു പ്രോഗ്രാമിന്റെ പ്രൊപ്പഗൻഡയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. ഫാമിലിയിലൊക്കെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ആ ഒരു ചിന്താഗതിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറെ സഹായിക്കുന്നുണ്ട് ആക്ച്വലി. ഈ ഡ്രസ്സിങ്ങിന്റെ ആയാലും എല്ലാം. 2015 കാലഘട്ടമല്ല 2025. അപ്പോൾ ഈ ഒരു 10 വർഷത്തിൽ ഇത്രയും ചേഞ്ചസ് വന്നെങ്കിൽ ഉറപ്പായിട്ടും 2035 മൈൻഡ് സെറ്റ് ഒക്കെ ചേഞ്ച് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ടു ബി ഓണസ്റ്റ് എനിക്ക് ഏറ്റവും വിഷമം വരുന്നത് ജാസിന്റെ കാര്യത്തിലാണ്. ലൈക്ക് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. എത്ര കിഡിലായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. വന്നിട്ട് ബാഡായിട്ട് കമന്റ് ചെയ്യുക. ലൈക്ക് ഇവരുടെ പകുതി കഴിവ് പോലും ഇവർക്കില്ലായിരിക്കും, എന്നിട്ടും അങ്ങനെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ കമന്റ്സ് കാണുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഏതും ആയിരിക്കട്ടെ, പക്ഷേ വി ഹാവ് ടു റെസ്പെക്ട് ദം ആസ് ഹ്യൂമൻസ്.
നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ നമ്മൾ ഉപദ്രവിക്കാനോ അവർ വരുന്നില്ല. സോ ദേ ആർ ലിവിങ് ദിയർ ലൈഫ് ഹാപ്പിലി, സോ ലെറ്റ് ദം ബി. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടത്. ഇതിൽ ലൈക്കോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച കുറേ സംഭവങ്ങളായിരുന്നു ഇത്. കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്, പക്ഷെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്, കാരണം ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ആൻഡ് ലവ് ഈസ് ലവ് ആൻഡ് ഓൾ ഡിസേർവ്സ് റെസ്പെക്ട് ഇൻ എവറി ഫോം. താങ്ക് യു.